ഹലോ ഗൈസ്, അഡ്വക്കേറ്റ് രജി മനോജ്. ഇന്ന് കോർട്ട് മാരേജ് നടത്തുന്ന ബോയ്സും ഗേൾസിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവരുടെ ബോയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ആൺകുട്ടികളുടെ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ കോർട്ട് മാരേജ് ചെയ്യുവാണ്. കോർട്ട് മാരേജ് കഴിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ഈ ചെറുക്കനെ അടിക്കാനും കൊല്ലാനും അതുപോലെ ഈ ചെക്കൻ്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്താനൊക്കെ പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കോർട്ട് മാരേജ് നടത്തിയത് പെൺകുട്ടിയുടെ സമ്മതം കൊണ്ടാണെങ്കിൽ ഇതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും ബോയ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾ എന്ത് തന്നെ ചോദിച്ചാലും, അത് പൈസയാണെങ്കിലും എന്താണെങ്കിലും തന്നെ അത് അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് ഒരു 5000 റുപ്പീസ് താ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 5000 റുപ്പീസ് വേണം എന്നുള്ളത് വാട്സാപ്പ് വഴിയോ മെസ്സഞ്ചർ വഴിയോ ഏത് വഴിയാണെങ്കിലും മെയിൽ വഴിയോ അത് നിങ്ങളുടെ കയ്യിലൊരു പ്രൂഫായിട്ട് വേണം പെൺകുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കേസിനകത്ത്, മാരേജിൻ്റെ കേസിനകത്ത് പെൺകുട്ടിയുടെ സമ്മതപത്രം, കൺസെൻറ്റ് ലെറ്റർ എന്ന് പറയും ലീഗലിൽ. അപ്പോൾ കൺസെൻറ്റ് ലെറ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോർട്ടിലാണെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലൊരു പ്രൂഫ് വേണം. നിങ്ങൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നൊന്നുമല്ല, പെൺകുട്ടിയുടെ സമ്മതം കൊണ്ട് വന്നതാണ് എന്നുള്ളത് കാണിക്കാനുണ്ട്. ഇനി സമ്മതം കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ആ പ്രൂഫ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടും കോർട്ടിൽ മൂവ് ചെയ്യാം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പാരൻസും റിലേറ്റീവ്സിനും ഒക്കെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ ചെക്കൻ്റെ വീട്ടുകാരും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം കോർട്ടിൽ സാധാരണ പോകുമ്പോൾ ലോവർ കോർട്ടിൽ, അത് സെഷൻസ് കോർട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോർട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോർട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പോകാനുള്ള ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ എല്ലാത്തിനും പ്രൂഫ് വേണം എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കുക. കാരണം കല്യാണം കോർട്ട് മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഗേൾസ് എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ഒന്നല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് മാറുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതായിരിക്കും, ഭീഷണിപ്പെടുത്തി, എന്തോ ആയിക്കോട്ടെ. കാരണം പെൺകുട്ടിയുടെ കൺസെൻറ്റ് ലെറ്റർ തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിക്കേണ്ടതാണ്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.